ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ പുതിയതായിട്ട് വീട്ടിലെ അടുക്കളയിലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആ ഐറ്റംസൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ തന്നെയാണ് കേട്ടോ അത്. ഫസ്റ്റ് ഐറ്റം കാണിക്കുന്ന ഐസ് ട്രേ ആണ്. ഈ ഐസ് ട്രേയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇതിനകത്ത് ഐസ് എടുക്കാൻ നല്ല എളുപ്പമാണ്. കാരണം അതിൻ്റെ താഴെ ബേസ് കാണിക്കുന്നത് നമ്മുടെ സിലിക്കൺ ബോട്ടമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് അടച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് എടുത്ത് വെക്കാം. ഇപ്പം നോൺ വെജൊക്കെ ഇട്ടുള്ള ഫ്രീസറിലാണ് നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കാതിരിക്കുകയാണെങ്കിൽ അടുത്ത് ഐസ് എടുത്ത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഇല്ല. രണ്ടാമത് ഇപ്പോൾ നമ്മൾ ചൂടില്ലാത്ത സമയത്ത് നമുക്കിതിനകത്ത് ഞാൻ സാധാരണ വെജിറ്റബിൾസും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനി അടുത്ത ഐറ്റം കാണിക്കുന്നത് നമുക്ക് പാത്രമൊക്കെ കഴുകാനായിട്ട് പറ്റിയ നല്ലൊരു സ്ക്രബ്ബറാണ്. ഡിഷ് വാഷർ റാഗ് ആണ് പറയണത്. അപ്പോൾ ഇത് ക്ലോത്താണ്, ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ കൈയൊക്കെ മുറിയും പാത്രത്തിന് പാടൊക്കെ വരും. അങ്ങനെയൊന്നുമല്ല. എങ്കിൽ പാത്രം വളരെ സ്മൂത്തായിട്ട് വളരെ ജെൻറ്റിലായിട്ട് കഴുകിയെടുക്കാം. ഡ്രൈ ആയിട്ടുള്ളതും വെറ്റായിട്ടുള്ള എല്ലാ പാത്രങ്ങളും കഴുകാം. നമ്മളുടെ സിങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ നല്ല രീതിയിൽ പോകും. കൈക്കൊന്നും ഒരു ഡാമേജ്, നല്ല ജെൻറ്റിൽ ആൻഡ് ക്ലീനാണ്. പിന്നെ അത് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റും. നല്ല പോലെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക്, ഞാനിപ്പോൾ ഒരു എണ്ണ എടുത്തിട്ട് 1-2 മാസമായിട്ട് ഉപയോഗിച്ചിട്ടും അതിനൊരു കുഴപ്പം വന്നിട്ടില്ല. ഈ രീതിയിൽ വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ മേടിച്ചത് 6 ഒരു പാക്കാണ്. അതോടൊപ്പം തന്നെ എനിക്ക് അതിനകത്തൊരു ബ്രഷും കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് ബ്രഷ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൻ്റെയൊക്കെ സൈഡിൽ കോർണറുകളൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു സാധനം നല്ല ഒരു യൂസ്ഫുള്ളാണ്. അതുപോലെ അതിൻ്റെ വിലയും ഒത്തിരി കൂടുതലുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. പാത്രമൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചായക്കറിയോ അതുപോലെ സ്റ്റീലിലൊക്കെ പിടിപ്പിടുന്ന അഴുക്കൊക്കെ വളരെ ഈസി ആയിട്ട് കഴുകാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട്. ഇനി അടുത്ത ഐറ്റം കാണിക്കുന്നത് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഫ്രൂട്ട് വെജിറ്റബിൾസൊക്കെ നമുക്കിതിനകത്ത് എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടു, ഇതുപോലെ വെൻറ്റിലേഷൻ കറക്റ്റായിട്ട് അതിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇരിക്കണമെന്ന് കാണാൻ പറ്റും. ഒന്നാമത് കാരണം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കഴിക്കത്തുള്ളൂ. പല വീടുകളിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട് വാങ്ങിച്ച് വെച്ച് അത് കാണാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയായി കഴിയുമ്പോഴേ കാണത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ഇതെടുത്ത് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ മാത്രം നല്ലൊരു എസ്തെറ്റിക് ലുക്കുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈച്ച അതുപോലെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് വിനാഗിരി എന്തെങ്കിലും ഒന്ന് തേച്ച് വെക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഓടിച്ച് കളയാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കോഫി നമ്മൾ സാധാരണ പുറത്ത് പോയിട്ട് കോഫി കുടിക്കുന്ന സമയത്ത്, കഫേ കോഫി ഡേയിൽ അല്ലെങ്കിൽ സ്റ്റാർബക്സിലൊക്കെ കോഫി കുടിക്കുന്ന സമയത്ത് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ ആ ഒരു പതയൊക്കെ ഉണ്ടായിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് കോഫി നമുക്ക് വീട്ടിൽ കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഫി മേക്കറാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇത് സൂക്ഷിച്ച് വെക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ബാറ്ററിയാണ്, നല്ല ലൈഫുണ്ട്. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 6 മാസത്തോളമായി കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ സ്ഥിരമായിട്ട് കോഫി കുടിക്കണത് അല്ലെങ്കിൽ നമുക്ക് വൺസ് ഇൻ എ വീക്ക്, ടോയ്സ് ഇൻ എ വീക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ലപോലെ പതഞ്ഞ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ കോഫി ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്കൊരു നല്ല ഫീലാണ് കേട്ടോ, നല്ല രസമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ആ കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പാലും കൂടി ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊരു കോഫി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റൈലായിട്ടൊരു കോഫി ഉണ്ടാകും. വല്ല ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കോൾഡ് അല്ലെങ്കിൽ ഹോട്ട് കോഫി ഏതായാലും നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. കണ്ടോ, ഈ രീതിയിൽ നല്ലൊരു വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോഫി ഫ്രോത്തറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത്. പിന്നെ സൂക്ഷിച്ച് വെക്കാനും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അതിനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ കാലത്ത് തന്നെ അത് അതിനകത്ത് തന്നെ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പം ഇതൊരു നല്ല സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് കാണിക്കുള്ളൂ. പല സാധനങ്ങളും നമ്മൾ വന്നതിന് ശേഷം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ നല്ലതാണെന്ന് പറയണം. അങ്ങനെയല്ല, എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോയിൽ. നെക്സ്റ്റ് ഐറ്റമായിട്ട് കാണിക്കുന്നത് നൈഫ് ഷാർപ്പനറാണ്. ഇത് എനിക്ക് നല്ല കൺവീനിയൻ്റ് ആണ്. കാരണം നമുക്ക് സാധാരണ ഒരു കത്തിയൊന്നും ഒരച്ചെടുത്ത് ഒന്നും
മൂർച്ച കൂട്ടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് സവോള അതുപോലെ പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നത്. ഇതുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെടുത്തിട്ട് ഒന്ന് രണ്ടും ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ലപോലെ മൂർച്ച കയറി വെട്ടാറുണ്ട്. സാധാരണ നമ്മൾ പണ്ട് ഞാനിപ്പോൾ കപ്പിൻ്റെ പുറകിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് വന്നേ പിന്നെ അത് നല്ല സുഖമാണ്, നമുക്ക് പെട്ടെന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും വരുമല്ലേ, അത് എവിടെയെങ്കിലും കൊണ്ടൊക്കെ വെച്ച് കഴിയുമ്പം കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനൊരു സ്റ്റാൻഡ് ഇത് വാങ്ങിച്ചത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാം. കുറേ പീസസ് ആയിട്ടാണ് വന്നത്, പക്ഷേ ഇത് അസംബിൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു 3 ഡ്രോ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമായി അതൊരു സ്റ്റാൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ 3 ഡ്രോസ് ഉണ്ട്. അപ്പം ഞാനിവിടെ എൻ്റെ കിച്ചണിൽ കുറേ സാധനങ്ങൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാതെ പോകും. പ്രത്യേകിച്ച് ഈ കയ്യുറയ്, അതുപോലെ തന്നെ ക്ലിപ്സ്, ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ എന്ത് വേണം നമുക്കിതിനകത്ത് വെക്കാം. അപ്പം ഞാനിതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ചെറിയ ചെറിയ ഐറ്റംസാണ്, എവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാണാതെ എത്തത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കതെല്ലാം വിസിബിളായിരിക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാണാനും നല്ല ലുക്കുണ്ടാകും. അടുത്തത് കാണിക്കുന്നത് ഒരു ഓർഗനൈസറാണ്. നമ്മുടെ ടിഷ്യൂ പേപ്പറുകളും അതുപോലെ ക്ലിംഗ് റാപ്പ്, അലുമിനിയം ഫോയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വോളിൽ വേണമെങ്കിൽ ചെയ്യുക, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി, അങ്ങനെ തന്നെയാണ് വരണത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വേണം ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് ഓൾറെഡി നമുക്കൊരു സ്റ്റിക്കറാണ് തന്നിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് അത് പുറത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ 3 ഇപ്പം 1 2 എന്തെങ്കിലും ഒന്നെങ്കിൽ അലുമിനിയം ഫോയിൽ, ക്ലിംഗ് റാപ്പ്, അതിനുശേഷം ടിഷ്യൂ ഹോൾഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടവൽ ഹോൾഡ് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. ഫ്രിഡ്ജിനകത്ത് നമുക്ക് വെജിറ്റബിൾസും അതുപോലെ എല്ലാം വന്നു കഴിയുമ്പോൾ, ഫ്രൂട്ട്സൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ ഇത് വെച്ച് വളരെ അതിൻ്റെ സൈസ് കുറവാണ്, പക്ഷെ നമുക്ക് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ തന്നെ വെള്ളമൊക്കെ താഴെ പോകാനായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് അകത്തുണ്ട്. അപ്പോൾ അത് രീതിയിൽ 6 പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് മല്ലിയില, പുതിനയില, പച്ചമുളക്, തക്കാളി, നമുക്ക് എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോരുത്തർ സ്റ്റോർ ചെയ്യുന്നത് തിരിച്ചപ്പോൾ ഞാനാണ് എല്ലാം വാഷ് ചെയ്തിട്ട് അതിനെ ഉണക്കി ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കണത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, നമ്മുടെ സാധനങ്ങളൊക്കെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണ്. വിലയും കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റിയ രീതിയിൽ നല്ലൊരു ഓർഗനൈസറാണിത്. ക്വാളിറ്റിയാണെങ്കിൽ നല്ലതായിട്ടുണ്ട്. കാരണം ഒരുമാതിരി നല്ലൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പം ഈ രീതിയിലാണ് ഞാനിതിനകത്തെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജിൽ തന്നെ ഓർഗനൈസ് ചെയ്തേക്കാം. പിന്നെ മൾട്ടി പർപ്പസ് കണ്ടെയ്നറാണ്. ഇപ്പോൾ ഇതിനകത്ത് 6 പീസാണ് ഇതിനകത്ത് ഞാനുള്ളത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെപ്പോഴാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് പറയുന്നത്, നമുക്ക് തിരക്കുള്ള സമയത്ത്, കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് പല സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും, ഇപ്പോൾ സപ്പോസ് മോർണിംഗിലോട്ട് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ഈവനിങ് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ആവശ്യമുള്ള രാവിലെ മോർണിംഗിലുള്ള എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു പാത്രം മാത്രം പുറത്തോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. നമുക്ക് എല്ലാ സാധനങ്ങളും ഒരേപോലെ കിട്ടും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും അതുപോലെ തന്നെ റീഫിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കുക്കിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഓർഗനൈസറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലെ എഗ്ഗ് വാങ്ങിച്ച് വെക്കാനായിട്ട് നമ്മൾ സാധാരണ നമുക്കൊരു 12 മുട്ടയൊക്കെ വെക്കുന്ന രീതിയിലാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം മോനൊക്കെ ഉള്ളപ്പം അതുപോലെ ഹസ്ബൻഡാണെങ്കിലും ഞങ്ങൾ രാവിലെ എഗ്ഗാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ മുട്ട ആവശ്യമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിങ്ങനെ കൂടുതൽ മുട്ട എടുത്ത് വരുമ്പോൾ 24 36 പാക്കറ്റാണ് വാങ്ങണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റി. ഇതിന് 2 തട്ടായിട്ടാണ്, മുകളിൽ 12 മുട്ട, താഴെ 12. അപ്പോൾ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ അതുപോലെ അടച്ച് വെക്കാൻ പറ്റും. അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ 4 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പായിട്ടാണ് സൈഡിൽ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഞാനിപ്പോൾ കഴുകിയിട്ട് മുട്ട തുടച്ചിട്ടാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ സാധാരണ ചിലപ്പം ഞാൻ മുകളിൽ മാത്രം എടുത്ത് വെക്കത്തുള്ളൂ, താഴെയും കൂടി വെക്കത്തില്ല. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിലും വെക്കും, ഇതിനകത്തും കൂടി വെക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാക്കറ്റ്, ഞാനിപ്പോൾ 24 പാക്കറ്റാണ് വാങ്ങണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതെടുത്ത് കഴുകിയിട്ട് എടുത്ത് വെക്കാൻ പറ്റും.
ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു പീലറും കട്ടറും കൂടിയൊക്കെ ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇതിന് തന്നെ 3 ഉപയോഗം എന്തായിരിക്കും, എന്തായാലും വാങ്ങിച്ച് നോക്കാമെന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിനകത്ത് പീലർ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ എടുക്കുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് ഇതുപോലെയാണ് കേട്ടോ. അതും എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഒന്നും വേസ്റ്റ് ആകത്തില്ല. കുറച്ച് കറക്റ്റ് പോർഷനിൽ ഒന്ന് എടുത്ത് ഇങ്ങനെ കുത്തി കൊടുത്ത് കഴിയുമ്പോൾ അത് മാത്രം പോയിട്ട് കണ്ടോ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇനി അത് വേറെ 2 കൂടി വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഉപയോഗം എനിക്ക് അത്ര പിടികിട്ടിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതുവരെ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങിൽ തക്കാളിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തണ പോലെ തോന്നിയത്. പക്ഷേ അത് ഞാൻ അത്ര ഉപയോഗിക്കില്ല. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പീലർ നല്ലതാണ്. അതുപോലെ ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു ഇതും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സെറ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമുക്ക് ഇത് രണ്ടും കൂടി നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ പീലർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ഓപ്ഷനുണ്ട്. ഇങ്ങനെ കുറച്ച് ഡിസൈനിലും വരുന്നുണ്ട്, ലെവലായിട്ടുമുണ്ട്. ഇത് നെസ്റ്റേഷ്യയുടെ ഒരു സെറ്റാണ് കപ്പ്. എനിക്ക് കപ്പിന് കാണാനുള്ള ലുക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, അതിൻ്റെ ഡിസൈൻസും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ രാവിലെ കുട്ടികൾക്ക് ചോക്കോസ് അല്ലെങ്കിൽ കോൺഫ്ലേക്സ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സാലഡ്സൊക്കെ എടുക്കാനായിട്ട്, അതുപോലെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ സ്നാക്കൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു ക്ലാസി ലുക്കാണ് കേട്ടോ. അടുത്ത ഐറ്റം ഒരു ഓർഗനൈസറാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രോയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. നമുക്ക് അവിടെ തന്നെ പല സാധനങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ പലപ്പോഴും ഡ്രോയ്ക്കകത്ത് വെക്കും. ഇങ്ങനെ മൊത്തത്തിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മെസ്സായിട്ട് കിടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ 8 പീസിൻ്റെ ഓർഗനൈസറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഡ്രോയ്ക്കകത്താണ് കേട്ടോ എടുത്ത് വെക്കണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഡ്രോ എങ്ങനെയായിരുന്നു നേരത്തതും അതിനുശേഷം നമ്മൾ ഇതെടുത്ത് വെച്ചതിന് ശേഷമുള്ള ലുക്കും. അത് മാത്രം, ഇത് പ്രത്യേകിച്ച് ഒരു ഓർഗനൈസിങ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്ത് വെക്കാനായിട്ടുള്ളൊരു ഓർഗനൈസർ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് സ്റ്റഡി ടേബിളിൽ കുട്ടികളുടെ ഓർഗനൈസറായിട്ട് അവർക്ക് പല സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കൊടുക്കാം. ഓഫീസിൽ പോകുന്നവർക്ക് വേണേൽ ഓഫീസിൽ അവരുടെ ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ കിച്ചണിൽ എൻ്റെ ഒരു ഡ്രോയ്ക്കകത്താണ് ഞാനിത് ഓർഗനൈസ് ചെയ്ത് ഇതുപോലെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പലതൊക്കെ ഇങ്ങനെ നമ്മളിപ്പം വെറുതെ വെക്കുവാണൊക്കെ പെട്ടെന്ന് അങ്ങോട്ടൊക്കെ ഡ്രോയൊക്കെ വലിക്കുന്ന സമയത്ത് പോകും. പക്ഷേ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നീറ്റായിട്ടിരിക്കും. ഇനിയൊരു സൂപ്പർ ലുക്കായിട്ടുള്ള നല്ല എസ്തെറ്റിക് ലുക്കിലുള്ള ഒരു മെഷറിംഗ് ബൗൾസാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം മെഷറിംഗ് കപ്പ്, ബൗളല്ല മെഷറിംഗ് കപ്പാണ്. അത് ഈ രീതിയിലുള്ള മെറ്റീരിയലാണ്. എനിക്ക് അതിൻ്റെ ഡിസൈനും അതിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ലുക്കും ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. നല്ല ക്ലാസി ലുക്കായിട്ടുള്ള ഒരു മെഷറിംഗ് ബൗൾസാണ്. ഇതിപ്പോൾ 4 1, അര, 3/4, 1/4 ഈ രീതിയിലാണ് അതിൻ്റെ മെഷറിംഗ് ബൗൾസ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഈ സാധനം ഉപയോഗിക്കുന്നത്, ഒരു വെറൈറ്റി ആയിട്ട് എടുത്തെന്നുള്ളൂ. ഇനി കാണിക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കടായിയുടെ സെറ്റാണ്. അതും ഈ ക്യാരറ്റ് നരികൂല പരുന്നത് അല്ലേ, ആ കമ്പനിയുടെയാണ്. അത് 3 സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഭയങ്കര അടിപൊളി സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ഹാൻഡിലായാലും മെറ്റീരിയലായാലും ഒക്കെ വളരെ നല്ലതാണ്. കണ്ടില്ലേ, ആ വുഡനായിട്ടുള്ള ലെഡിൻ്റെ ആ ഒരു ഇതൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഈ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം വാങ്ങണമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് അതുകൊണ്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇത് ദോശത്തവയുണ്ട്, ഒരു പാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പുലാവ്, ബിരിയാണി, ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കടായി ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 3 ഉള്ളത്. അപ്പോൾ ദോശത്തവ, പിന്നെ അത് എഗ്ഗൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാനാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചീനച്ചട്ടി നല്ലൊരു അളവിലുള്ളതാണ്. 3 ഒരു സെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ് പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. കാണാൻ ആ വൈറ്റ് ഉണ്ടല്ലോ, സൂപ്പറാണ്. വൈറ്റ് അല്ലെ ബേജ് കളർ എന്താണ് അത്, ആ കളർ നല്ലതാണ്. ഇനി അടുത്തത് മഗ്ഗാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഇച്ചിരി വലിയതാണ്. ഇത് 350 ml കപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ സാധാരണ ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് സൂപ്പ് അതുപോലെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. 3 ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് ഇതുപോലെ തന്നെ ഒരു കപ്പ് തന്നെയാണ്, നമ്മൾ സാധാരണ ചായക്കപ്പ്. ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ ചായയിലെ കാപ്പി എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കപ്പാണ്. 6 എടുത്തിരിക്കുന്നത്. ഓക്കെ, നോർമലായിട്ടൊരു കപ്പെന്ന് പറഞ്ഞു. ഇനി
എടുത്തിരിക്കുന്നത് മാറ്റാണ്. 2 മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അത് ഓക്കെ ഗുഡ്, നല്ലൊരു മാറ്റ്, ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. നമുക്ക് സാധാരണ ഞാൻ പ്രത്യേകിച്ച് കിച്ചണിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ എടുത്തു വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇനിയൊരു വുഡൻ ട്രേ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല സാധനം, ഒന്നെങ്കിൽ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യാം, അതിനകത്ത് ഓയിലും അതുപോലെയൊക്കെയുള്ള ബോട്ടിൽസൊക്കെ വേണേൽ എടുത്ത് വെക്കാൻ പറ്റും. കാണാനൊരു നല്ല ലുക്കുള്ളതായിരുന്നു. ഇനി അടുത്ത് കാണിക്കുന്നത് മോട്ടർ ആൻഡ് പെസ്റ്റിൻ്റെ ഒരു സെറ്റാണ്. ഇത് ഞാൻ ലോക്കലി ഞങ്ങളുടെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ്. ഇത് തന്നെ സെയിം ആമസോണിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കിത് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പറയാമെന്ന്. വളരെ യൂസ്ഫുള്ളാണിത്. അതുപോലെ ഒരു സ്മാഷറാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമുക്ക് പൊട്ടറ്റോ അതുപോലെയൊക്കെ സ്മാഷ് ചെയ്യാനായിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ചെറിയതായിട്ടുള്ള 1-2 പ്രോഡക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇതാണ് ഗാർലിക് സ്മാഷറാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് നമ്മളെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് കൂടിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ഗ്രേറ്റർ, ഇത് ചീസ് ഗ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും ചെറിയ 3-4 ഐറ്റംസ് നമുക്ക് ഡെയിലി യൂസിന് കിച്ചണിൽ വരുന്ന ഐറ്റംസാണിത്. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഗാർലിക്കൊക്കെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൽ പനീർ അല്ലെങ്കിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാനും, പിന്നെ പിസ്സ കട്ടറാണിത്. ഇതൊക്കെയാണ്. ഇനി അടുത്തത് ഇതുപോലൊരു നമ്മൾ ഓർഗനൈസറാണ്, പ്ലാസ്റ്റിക് ഓർഗനൈസറാണ്. 2 പാക്കാണ്. നമുക്ക് ടേബിളൊക്കെ നമ്മൾ മെസ്സായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി എടുത്ത് വെക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഓർഗനൈസറാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് പല കളറിലും വരും കേട്ടോ. ഞാനിപ്പോൾ ഈ കളർ എടുത്തു എന്നുള്ളതുകൊണ്ട്. അടുത്തത് കുറച്ച് ഫ്ലവറാണ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ സെറ്റാണ്. ഇത് നമുക്ക് എടുത്ത് വെച്ചു നല്ല രീതിയിൽ എടുത്ത് വെക്കാൻ നല്ല കളർഫുള്ളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതൊരു 2 സെറ്റാണ് കേട്ടോ. ഇത് ഫ്ലവർ വന്നിട്ടുണ്ട്. ഇനി അടുത്തതും കുറച്ച് കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഇനി അടുത്ത ഐറ്റം വന്നേക്കണത് ഇതാണ് കണ്ടോ. ഇതുപോലെ നമ്മൾ ലേസി സോസ് ഇതിനകത്ത് ഓർഗനൈസ് ചെയ്യാൻ, ഓയിലും അതുപോലെ അച്ചാറൊക്കെ എടുത്ത് വെക്കാനായിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ആണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് പിന്നെ പല പ്രാവശ്യം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് 99 കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചതും കൂടി ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഐറ്റം, അതായത് എനിക്കിത് വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നിയ ഐറ്റം മാത്രമേ ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളൂ. അപ്പം കുറേ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോ കുറച്ചൊക്കെ നല്ല വ്യൂ കിട്ടിയ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ കുറച്ചൊന്നും ആൾക്കാർ കാണാത്ത വീഡിയോ ഉണ്ട്. അതിനകത്തൊക്കെ നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.